മാഡം, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഔദ്യോഗിക പദവിയിലിരുന്നുകൊണ്ട് മാം പറഞ്ഞില്ലേ കുറച്ചും കൂടി നമുക്ക് ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപെടുന്ന ജോലികളാണ് മാഡത്തിന് കൂടുതൽ ഇഷ്ടം, ഫീൽഡ് വർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ തൃപ്തികരമാണോ? അങ്ങനെ നോക്കിയാൽ ഈ പോസ്റ്റ് തൃപ്തികരമല്ല. ഓക്കെ. പക്ഷേ ഇതെൻ്റെ ചോയ്സാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ആകെപ്പാടെ ഒരു റിക്വസ്റ്റ് ഞാൻ നടത്തിയിട്ടുള്ളത് എറണാകുളത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യണമെന്ന് പറയുകയായിരുന്നു. അത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ 9ാമത്തെ സ്കൂളായത്. ഓരോ വർഷവും അവൻ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലായപ്പോൾ തന്നെ 9 സ്കൂളായി. അപ്പോൾ ഞാനിവിടെ എറണാകുളം റേഞ്ച് DIG ആയപ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഇനി അവനെ മാറ്റി 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും വേറൊരു സ്കൂളിൽ കൊണ്ടുപോയി ട്രിവാൻഡ്രത്ത് വീണ്ടും കെട്ടിപ്പറക്കി പോട്ടാന്ന് വിചാരിച്ച് അതെ കോപ്പി ചെയ്യാൻ പ്രയാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊമോഷൻ ആയപ്പോൾ എനിക്ക് എറണാകുളത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ സർവീസിൽ കയറിയ പിന്നെ ഞാൻ MBA കൂടെ എടുത്തിരുന്നു ഇഗ്നോയിൽ ചേർന്നിട്ട്. അപ്പോൾ ആ MBAയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കത് MBAയുടെ വിഷയവും കൂടെ ഒന്ന് പഠിക്കാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടും എന്നും കൂടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. വേറൊരു ജോലിയാണ് ഇതൊരു. ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേഷനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ, മാനേജിങ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അവിടെ നമ്മുടെ കീഴിലുള്ളവരുടെ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പിന്നെ ഫൈനാൻസ് കാര്യങ്ങളും അതൊക്കെ ചെയ്യാം. തൃപ്തി തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ജോലി ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്ത സമയത്തായിരുന്നു എനിക്കൊന്ന് റബ്ബറിന് ഏറ്റവും കൂടുതൽ വില 120 രൂപ പെർ കിലോ ആയത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഞാൻ അവിടുന്ന് പോയ ശേഷം പല റബ്ബർ കർഷകരും എന്നെ വിളിച്ച് പറഞ്ഞു മാഡം പോകണ്ടാന്ന്. ഇപ്പോൾ അത് 80 രൂപയായപ്പോഴും അവർ പറഞ്ഞു മാഡം ഇരുന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്രയും കിട്ടിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം പോലൊരു മെട്രോ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒന്ന് പൊല്യൂഷൻ, പിന്നൊന്ന് ഇവിടുത്തെ അതിഭീകരമായ ട്രാഫിക്, കൊതുക്. എറണാകുളം എന്ന് പറയുമ്പോൾ ആദ്യം കൊതുക്, പിന്നെ ബാക്കിയൊക്കെ. അപ്പോൾ ഈ റോഡിൻ്റെ ഈ തിരക്കില്ല മാം, ഈ ഒരു ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ കൂടുതൽ സ്ത്രീകളും വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയവർ. ഇപ്പം അധികം സാധാരണ നമ്മൾ കാണാറുണ്ടായിരുന്നില്ല, അപൂർവമായിട്ട് മാത്രമേ 2 വീലേഴ്സോ 4 വീലേഴ്സോ ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. 2 വീലർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് നേച്ചർ പോലെ കൂടെ ഇപ്പം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി മെഷേഴ്സ് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ അപകട സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങനെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നതായിട്ടൊക്കെ മാമിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് എറണാകുളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, അത് എല്ലായിടത്തും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് 2 വീലർ ഓടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ ഭയങ്കര പുച്ഛമായിരുന്നു ജനങ്ങൾക്ക്. ശിഖണ്ഡി എന്നൊക്കെ വിളിക്കുമായിരുന്നു അതിനെ. പിന്നെ അതിൻ്റെ നേരെ ചെരുപ്പൊക്കെ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാലവും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ 2 വീലർ എന്ന് പറയുന്ന ഒരു സ്ത്രീകൾ ഓടിച്ചുകൊണ്ട് പോയാലും ആർക്കും ഒന്നും ഓടിച്ചാൽ ജീപ്പ് ലോറി ഓടിച്ചാൽ പോലും ആരും ഒന്നും പറയില്ല. അത്രയ്ക്ക് ഒരു അക്സെപ്റ്റബിലിറ്റി വന്നു. കാരണം കൂടുതൽ പേര് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എല്ലാവരും അംഗീകരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ പോലീസിനെ വനിതകളെ അംഗീകരിക്കാത്ത എനിക്കൊന്ന് കൂടുതൽ പേരില്ലാത്തതുകൊണ്ടായിരിക്കുന്നത്. സ്ത്രീകളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഒരു പുരുഷന്മാർക്ക് ഇല്ലാത്ത പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റ് വണ്ടികൾ ആവശ്യമില്ലാതെ സൈഡ് കൊടുക്കാതിരിക്കുക, പിന്നെ പെട്ടെന്ന് വന്ന് ഓവർടേക്ക് ചെയ്യുക, റോങ് സൈഡിൽ കൂടെ എടുക്കുക, ഓട്ടോറിക്ഷ, 2 വീലേഴ്സ്, ചിലപ്പോൾ ബസ്സുകൾ, ഈ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം ശരിക്കും ഒരുപാട് സ്ത്രീകൾ എനിക്ക് പരാതി തന്നിട്ടുള്ളതാണ്. അത് യാതൊരു കാരണവശാലും ശരിയാക്കാനും പറ്റിയിട്ടില്ല എനിക്കിതുവരെ. ഞാൻ ജോലി ചെയ്തിട്ടുള്ള പല സ്ഥലത്തും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിഗ്രറ്റ് ഇതാണ്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ അവരുടെ അതിക്രമങ്ങളൊന്നും തടയാനേ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു. അവർ ആ ഡ്രൈവേഴ്സിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന്. അവർക്ക് എപ്പോഴും പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കേസ് വന്നാൽ തന്നെ അത് ഓണേഴ്സിനായിരിക്കുമല്ലോ, ബസിന്റെ ഉടമസ്ഥനാണ്. ഫൈൻ അടക്കേണ്ടത് ഉടമസ്ഥനാണ്. പിന്നെ ഡ്രൈവറും പ്രതിയാവുകയാണെങ്കിലും ഡ്രൈവർ പറയും അത് ഞാൻ ഈ ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്, ഞാൻ ടൈം കീപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേക അഡ്വക്കേറ്റിനെ വെച്ച് കൊടുക്കും, ഊരിപ്പോവും. അങ്ങനെ എല്ലാ ഗുണങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ശിക്ഷ എന്നുള്ള തോന്നൽ മനസ്സിലുള്ളത് കൊണ്ട് അവർ അതിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ്നസ് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ. പിന്നെ പലപ്പോഴും ഈ സ്ത്രീകൾ ഓടിക്കുമ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും ഹെസിറ്റേഷനൊക്കെ വരുത്തുമ്പോഴോ ക്രോസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു റോഡ് ക്രോസിങ്ങിന് അവിടെ വരുമ്പോൾ അവർ മണിക്കൂറുകളോളം കാത്ത് നടക്കേണ്ടി വരും. ആരും ഒന്ന് നിർത്തി ക്രോസ് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയില്ല. അപ്പോൾ എല്ലാ വണ്ടിയും പോയ ശേഷം പതുക്കെ എടുക്കുമ്പോഴായിരിക്കും വേറെ ഏതെങ്കിലും വണ്ടി വരുന്നത്. അപ്പോൾ അവർ തെറി വിളിക്കുകയും ചെയ്യും, ഇത്ര നേരം എന്തോ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കെട്ടി ഒരുങ്ങി വന്നല്ലോ വണ്ടി ഓടിക്കാൻ, പഠിച്ചിട്ട് വരണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ വലിയതായിട്ട് മനസ്സിനെ വിഷമിപ്പിക്കും സ്ത്രീകളുടെ. അതുണ്ട്. പക്ഷേ ഇതിനൊക്കെ ധൈര്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടിയൊക്കെ കൊടുത്തു പോടാന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ ഓടിച്ചോണ്ട് ധൈര്യമായിട്ട് പോകണം. കുറച്ചും കൂടെ പേരത് ചെയ്താൽ
ഒരു പ്രതികരിക്കും എന്നുള്ള ഒരു ഇംപ്രഷൻ ജനങ്ങൾക്ക് കിട്ടിയാൽ കുറച്ചും കൂടി ഒരു മാന്യത ലഭിക്കുമായിരിക്കും. ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം നമുക്ക്. അപ്പം മാഡത്തെ സംബന്ധിച്ചിടത്തോളം മാഡത്തിന് എഴുതാനായി ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് എന്താണ് ഔദ്യോഗിക ജീവിതത്തിൽ? ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ 4 കൃതികൾ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ കോളം എഴുതുന്നുണ്ട് മാഗസീൻസിന്. അതെല്ലാം എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് പോലീസ് ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കും. പോലീസ് ജീവിതം എന്ന് പറഞ്ഞാൽ 20 വർഷത്തെ ജീവിതം എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. എവിടെയൊക്കെ ഞാൻ ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ജില്ലകളിൽ SP ആയിട്ടോ ASP ആയിട്ടോ DIG ആയിട്ടോ ജോലി ചെയ്തിട്ടുണ്ടോ, അവിടെയൊക്കെ ഉള്ള അനുഭവങ്ങൾ എനിക്ക് കൂട്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നോവൽ നീരാഴിക്കപ്പുറം എന്ന് പറഞ്ഞത് തന്നെ ഞാനിവിടെ DIG ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു സംഭവമാണ് സുനാമി. ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു കേരളത്തിൽ. ഒറ്റയടിക്ക് എനിക്കൊന്ന് യുദ്ധത്തിലൊക്കെയാണ് സാധാരണ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ഒറ്റ മിനിറ്റ് കൊണ്ട് കൊന്നു തീർക്കുന്നതെന്ന്. പക്ഷേ ഒരു ഇത്രയധികം മനുഷ്യജീവൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയത് അത്.